പറഞ്ഞാലും എൻ്റെ അവസ്ഥ, അതായത് എൻ്റെ കോലം തന്നെ കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡ്രീം റൈഡർ ഫാമിലി അഥവാ ഡ്രാമ റൈഡർ ഫാമിലി എന്ന് വേണമെങ്കിലും വിളിക്കാം. കുറച്ച് നാളുകൾക്ക് മുന്നേ വീട്ടുകാരുടെ, അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ കുറ്റമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രീം റൈഡർ ഫാമിലിയിൽ കഥാനായകനായിട്ടുള്ള അനു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി അവർ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിലേക്ക് ഇല്ല എന്നാണ് അനു ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡ്രീം റൈഡർ ഫാമിലിയിലെ അനു ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേറൊരു അനിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ്റെ ചാനലിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ അനു പറയുന്നുണ്ടായിരുന്നു. ചിന്നുവിനെയും കുട്ടികളെയും കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടായിരുന്നില്ല. ആദ്യം ഇവർക്ക് നല്ല രീതിയിൽ റീച്ചുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ആ ചാനൽ ഇവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ ഡ്രീം ലവർ 280 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുമായിട്ട് മുന്നോട്ട് വന്നത്. ആദ്യത്തെ അത്ര റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം 1 lakh സബ്സ്ക്രൈബേഴ്സ് എബോവ് ഉള്ള ചാനൽ തന്നെയാണ് ഇപ്പം. അപ്പം അച്ഛനും അമ്മേനെയും കുറ്റം പറഞ്ഞിട്ട വീഡിയോയ്ക്കൊക്കെ ശേഷം ഇവരുടെ അഡ്രസ്സ് ഒന്നും കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഡ്രീം റൈഡർ ഫാമിലിയിലത്തെ ചിന്നു, അനുവിന്റെ ഭാര്യയായിട്ടുള്ള ചിന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അവൾ കുട്ടികളെയും കൂട്ടിയിട്ട് അവളുടെ വീടായ കോഴിക്കോടാണുള്ളത്, അനു ട്രിവാൻഡ്രത്ത് ആണുള്ളത്. അപ്പൊ ഈ 4 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു സെന്റി അടുപ്പിക്കുന്ന രീതിയിലുള്ള തമ്പയിലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇനി ഒറ്റയ്ക്കാണ്, ഞാനും മക്കളും ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തമ്പയിലും കാര്യങ്ങളൊക്കെയാണ്. അവളുടെ ഫാമിലി കാര്യങ്ങളാണ്, അതായത് അവളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ. പിന്നെ അതിനുശേഷം 2-3 ദിവസമായിട്ട് ഇവളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തമ്പനയിൽ ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കാണിച്ചു പോകാം. ഇനി ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഇനി എനിക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആളുകളെ സെന്റിമെന്റ്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള തമ്പനയിലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ക്യാപ്ഷനും ഏറെക്കുറെ സെയിം, ഒരു സെന്റി അടിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു, അയ്യോ പാവം കുട്ടി ഹസ്ബൻഡുമായിട്ട് ഇപ്പം വിട്ടു നിൽക്കുകയാണ്, ആരുമില്ല, വിഷമഘട്ടത്തിലാണ് ആ കുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൾ ഒരു സങ്കടത്തോടെയുള്ള വീഡിയോ ഇട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് കുറച്ച് സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട്, ഞാനത് പറയാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ചിന്നു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരും. ഒരുപാട് പേര് അങ്ങനെയും കമൻറ്റ് ചെയ്യാറുണ്ട്, നീ നിൻ്റെ വീട്ടിൽ നിൽക്കുക അപ്പോഴേ സെറ്റ് ആവും. ഞാൻ ശരിക്കും പറഞ്ഞാലും എൻ്റെ അവസ്ഥ, അതായത് എൻ്റെ കോലം തന്നെ കണ്ടു നോക്ക്. 4 വർഷം ഉണ്ടായിരുന്ന ഞാനും ഇപ്പം ഉണ്ടായിരുന്ന ഞാനും, അതായത് മനുഷ്യനൊരു എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടെങ്കിലല്ലേ കഴിക്കുന്ന ആഹാരമായാലും എന്തായാലും തടിമ പിടിക്കുള്ളൂ. അപ്പം അതിൽ അനുവേട്ടൻ പറയുന്നുണ്ട് ചാനലിൻ്റെ ഒക്കെ കാര്യം. അപ്പം ഞാൻ ഇന്നേ വരെ ചാനൽ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചാനൽ അത്ര ലെവലെങ്കിലും. അപ്പോൾ വിചാരിച്ച് അങ്ങനെയെങ്കിലും ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ല. അത് ചാനൽ എനിക്ക് വേണം, ഞാൻ ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ വേണ്ട. എന്താ പറയുക, ഇപ്പം ഒരാൾ കമൻ്റ് ഇട്ടിട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ആയാലും ശരി, ഇത് മനസ്സിലാകത്തുള്ളൂ. ശരിയാണ് ആ ചേട്ടനോ ചേച്ചി, അപ്പം ശരിയാണ്. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർക്ക് അപ്പോഴത്തെ ആ ഒരു അവസ്ഥ. ഓക്കെ, ചിന്നു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. കല്യാണത്തിന് മുന്നേ ചിന്നുവിന്റെ കോലം എന്തായിരുന്നു, കല്യാണത്തിന് ശേഷം ഇപ്പം ഈ 2 മക്കളൊക്കെ ആയതിനു ശേഷം ചിന്നുവിന്റെ അവസ്ഥ എന്താണ്, അവളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത്രയും നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലും അത് പ്രതിഫലിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്നു പറയുന്നുണ്ട്. അതുകൂടാതെ കുറേ ഫാമിലി മാറ്റേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയ്ക്ക് തീർക്കേണ്ട കാര്യങ്ങളാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്നു എന്തായാലും ഈ ഒരു 2 സെന്റിമെന്റ് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ അനു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാസങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ അനു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ഇനി ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇല്ല, ഇനി ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനു അന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ നോക്കുമ്പോൾ പിന്നെ വന്നേക്കാണ് നമ്മൾ അനുചേട്ടൻ പറയുന്നത് ഇത് അനുചേട്ടൻ്റെ ചാനലാണ്, അതായത് ചിന്നുവിൻ്റെ ചാനലില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യനെ തന്നെ യൂട്യൂബിൽ വന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം ഭാര്യനെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവനൊരു വിചാരമുണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ അനു. അപ്പൊ എന്തായാലും പുള്ളി പറഞ്ഞു കേട്ടു. ഇന്നും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഇനി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല. ഇതിനിടയ്ക്ക് എൻ്റെ ഫാമിലി ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഫിസിക്കൽ ലൈഫിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അയ്യോ, ആരായി പറയുന്നത്? പേഴ്സണൽ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ വന്ന് പറയാൻ താല്പര്യമില്ലാത്ത ആളാണെന്നാണ് അനു ഇപ്പം പറയുന്നത്.
ഒരു മാസം മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. സ്വന്തം വീട്ടിൽ ആരാണ് ബാത്റൂം കഴുകിയതെന്ന് വരെ നമ്മുടെ അനു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതേ ചാനലിൽ കൂടി തന്നെ. അതൊന്നും അനു മറന്നു പോയിട്ടാണ്, മറന്നു പോകാൻ വഴിയില്ല. എന്നാലും ബാക്കി കൂടി കണ്ടുനോക്കാം. അവിടെയാണ് അവരവിടെ കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്, പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണ് പ്രോപ്പറായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ മുതലാണുള്ളത്. വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം നിൽക്കുക. അപ്പോൾ അതുമായിട്ട് ഞാനും സിനിമയായിട്ടൊക്കെ അതൊക്കെ സംസാരിച്ചു. പിന്നെ കൂടുതലായിട്ട് റിവീൽ ചെയ്യാൻ ഇപ്പോഴും ഒരു മെൻ്റലി ഓക്കെ അല്ല. അപ്പോൾ എല്ലാ കുടുംബത്തിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർ പിടിച്ച് നിൽക്കും, ചിലർ അവരുടേതായ താല്പര്യത്തിൽ. ഇപ്പോൾ സെലിബ്രിറ്റീസ് മാത്രമല്ല, ഞാൻ സെലിബ്രിറ്റി എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് വ്ളോഗേഴ്സിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഇങ്ങനെ ആക്ഷനിൽ കണ്ടായിരുന്നു, ഇങ്ങനെ പിരിയുന്നതും കാര്യങ്ങളും. ഇപ്പം സിനിമാ താരങ്ങൾ പിരിയുന്നുണ്ട്, പാവപ്പെട്ടവർ പിരിയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ, കാരണം ഒത്തുചേരാൻ പറ്റാത്തവർ പിരിയുന്നു. എന്തായാലും ചിന്നു ഇപ്പൊ കോഴിക്കോട് വീട്ടിലാണ് ഉള്ളത്. ചിന്നുവിനെ മക്കളെയും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ചിന്നുവിനെ എടുത്ത് പറയുന്നില്ല, മക്കളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആരും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായിട്ട് വലിയൊരു കോണ്ടാക്ട് ഇല്ല, എന്നാൽ മക്കളെയോട്ട് ഉപേക്ഷിക്കാനും പറ്റൂല. അപ്പൊ മക്കളെ ഒരു ചെറിയ രീതിയിൽ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ തൊടാതെ അങ്ങ് വഴിക്ക് പറഞ്ഞു പോവുകയാണ് അതിന് ചെയ്തേക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അതെന്തായാലും പുള്ളിക്കാരന് പറയാൻ താല്പര്യമില്ലാത്തിടത്തോളം കാലം നമുക്കത് ഫോഴ്സ്ഫുള്ളി പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ബാക്കി കണ്ടുവെക്കാം. പിന്നെ അപ്പം അതുകൊണ്ട് അതിനെ കുറിച്ച് പോകുന്നില്ല. പിന്നെ ചാനൽ ചിന്നുവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇന്നലെ കുറച്ച് ഇതിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, കാരണം ഇതിൽ കുറേ മിക്സായിട്ട് ചിന്നുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് അധികവും ഉള്ളത്. അല്ലാതെ ഞാൻ പണ്ട് എന്തായിരുന്നു ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. അതുകൊണ്ട് ചിന്നുവിന് ചാനലിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. എൻ്റെ ഒരു അറിവ് വെച്ചിടത്തോളം ഇത് ചിന്നുവിൻ്റെ ചാനലാണ്. ഡ്രീം ലവർ 280 എന്ന് പറഞ്ഞിട്ടുള്ളത് ചിന്നുവിൻ്റെ ചാനലായിരുന്നു. ആദ്യം ഇവർക്ക് ഡ്രീം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നല്ല ഹൈ ആയിട്ട് റീച്ചുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് ഇവരുടെ തന്നെ കയ്യിരിപ്പ് കൊണ്ട് ഗെയിം പ്രൊമോഷനൊക്കെ ചെയ്ത് അടിച്ചു പോയിട്ടാണ് ഇവർ രണ്ടാമത് ഈ ഒരു ചാനലിലോട്ട് വന്നത്. ആദ്യത്തെ ചാനൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ഭാര്യയായിട്ടുള്ള ചിന്നുവിന് അനു സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ചാനലായിരുന്നു ഡ്രീം ലവർ 280 എന്ന് പറയുന്നത്. ആദ്യത്തെ ചാനൽ പോയതിന് ശേഷമാണ് ഈ ഒരു ചാനലിലോട്ട് ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് ചിന്നുവിൻ്റെ ചാനലല്ലേ, ചിന്നുവിന് വേണ്ടി ആരും തുടങ്ങി കൊടുത്ത ചാനലല്ലേ. അല്ലാതെ ഇപ്പം വന്നിട്ട് ഈ ചാനൽ എൻ്റെതാണ്, ഞാൻ കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് പുറത്തുനിന്നുള്ള നമുക്ക് ഒരുപാട് അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും ബാക്കിയുണ്ട്. എനിക്കെന്തോ യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ എനിക്കറിയാം. കാരണം ഇപ്പോഴും പല ചാനലുകളും വ്യൂസ് ഡൗൺ ആയിട്ട് നിൽക്കുന്നു, ഭയങ്കര കുറവായിട്ട്. എൻ്റെ ചാനൽ ഭയങ്കര കുറവായിട്ട് പോയപ്പോഴും കുഴപ്പമില്ലാതെങ്കിലും വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയാണ്, അനുവിന് നന്നായിട്ട് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പം എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത് ഇത്രയാണ്. ഇതിപ്പം ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം ഇവർ 2 ദിവസം ഭാര്യ സെൻറ്റി പറഞ്ഞ വീഡിയോ ഇടും, അതിനുശേഷം ഭർത്താവ് അതിന് മറുപടിയായിട്ട് വീഡിയോ ഇടും, അതിനുശേഷം ഭാര്യ പിന്നെയും മറുപടി ഇടും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു കോൾ ചെയ്ത് തീർക്കേണ്ട കാര്യം അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് തീർക്കേണ്ട കാര്യമാണ് ഇവർ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരു കാര്യം നിന്നോട് പറയുന്നു, നീ അതിനുള്ള മറുപടി എനിക്ക് പിന്നെയും വീഡിയോ ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് ഇവർ പരസ്പരം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്കൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവരുടെ ഫാമിലി മാറ്റേഴ്സ്, അവർക്ക് പിന്നെ ഉളുപ്പും മാനവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്ക് സമയത്ത് നമ്മുടെ മല്ലു ഫാമിലിന്റെ ഒരു ഡിവോഴ്സ് നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേര് ഓർത്തിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ സ്ഥിരം പ്രേക്ഷക ആയിരുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ പിടിച്ച് പോകുന്ന പോലെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലു ഫാമിലിന്റെ അതേ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് കത്തും. പക്ഷെ ആ ഒരു ട്രാക്ക് വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്നൊന്നും പറയുന്നില്ല, പകരം രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പിരിയാൻ പോകുന്നു, പിരിഞ്ഞു എന്നൊക്കെ ആൾക്കാരിൽ ഒരു ആകാംക്ഷ ഉണർത്തിയിട്ട് ഓരോ സീരീസ് പോലെ കൊണ്ടുപോകാനാണ് ഇവരുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അറിയില്ല. എന്തായാലും അനു നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. അനുവിന് അറിയാം യൂട്യൂബിൽ ഏതൊരു വീഡിയോ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൾസ് ഉണ്ടാവും, അനുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു സെപ്പറേഷൻ നാടകം അല്ലെങ്കിൽ സെപ്പറേഷൻ സീരീസ് നാടകം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇവർ ഭാര്യയും ഭർത്താവും കൂടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ അനു പറയുന്നുണ്ട്, അതുകൂടി ഞാൻ കാണിക്കാതെ. വീട്ടിലേക്ക് പോകുന്നില്ല. ചിന്നു ഫാമിലി പറഞ്ഞ ചിന്നു അവർ വീട്ടിൽ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ. പിന്നെ അപ്പോൾ കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്
എനിക്ക് ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും. ഈ സെക്കൻഡ് വരെയും ഇറക്കി വിട്ട് തിരിച്ച് വിളിക്കുന്നു എന്നതിലല്ലാതെ നമ്മളവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്നുള്ളത്. വീട്ടിൽ നിന്ന് പിണങ്ങി പോയ മകനെയോ മകളെയോ അച്ഛനമ്മയ്ക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ അവർ വാവാന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ നമ്മുടെ അനുചേട്ടൻ അതൊന്നും അല്ല വേണ്ടത്. തിരിച്ചു വിളിച്ച സാധാരണ നമ്മളൊക്കെ ആണെന്നെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മളൊരു വഴക്കുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇറങ്ങിപ്പോയി, നമ്മളവർ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും, ഇഷ്ടമില്ലെങ്കിൽ പോവില്ല. പക്ഷെ അനുവിന് എന്താ വേണ്ടത്? വിളിക്കേണ്ട പോലെ വിളിച്ചില്ല. അതായത് ഇവൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ സ്വത്ത് എഴുതി കൊടുക്കണം. സ്വത്ത് അവൻ്റെ പേരിൽ വേണ്ട, അവൻ്റെ മക്കളുടെ പേരിലെങ്കിലും. അവൻ്റെ പാരൻസിന് വലിയ ഏജൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയുക, യൂട്യൂബിലും വീഡിയോ ഒക്കെ ചെയ്ത് ചുമ്മാ ഒരു എന്താ പറയുക അങ്ങനെ നടക്കുന്ന ഇവന് എഴുതി കൊടുക്കണം, സ്വത്തൊക്കെ എഴുതി കൊടുക്കണം. എന്നാൽ മാത്രമേ അവൻ വീട്ടിലോട്ട് പോവുള്ളൂ. അതെന്തോ ഒരു കഠിന ശബ്ദം ചെയ്ത പോലെയാണ് അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേലും ആവട്ടെ, അത് അവരുടെ കുടുംബക്കാരെയല്ലേ, അവൻ പോവോ അതൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നതൊന്നുമല്ല, ഇത് കണ്ടിട്ട് ഇവരുടെ ഈ ഒരു സപ്പറേഷൻ നാടകം കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓരോ ദിവസം അനു എന്ത് മറുപടി പറയും, ചിന്നു എന്ത് റിപ്ലൈ കൊടുക്കും എന്ന് ആലോചിച്ച് ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ വീഡിയോ കണ്ട്, ചിലപ്പോൾ അത് കണ്ടിരിക്കാനൊരു രസമായിരിക്കുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതൊക്കെ. അപ്പം അത് കണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പക്ക അഭിനയമാണ്, നാടകമാണ്. നമ്മുടെ മല്ലു ഫാമിലിയുടെ ട്രാക്ക് പിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 80% അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബിൽ റീച്ച് ഉണ്ടാവുള്ളൂ എന്ന് നന്നായിട്ട് നമ്മുടെ അനുചേട്ടൻ അറിയാം. അതിനുവേണ്ടി ഭാര്യനെ കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ളൊരു സെൻറ്റി ലൈൻ അടുപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന വീഡിയോസ് ആണോ എന്ന് എനിക്ക് സത്യത്തിൽ നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തമ്മിൽ ഇട്ടാൽ പോരെ, ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടാൽ പോരെ. ഇത് പകരം പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്കുള്ള മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാണ് ഇടുന്നത്. അപ്പം തന്നെ ആൾക്കാരെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് അറിയിപ്പിക്കാനുള്ളൊരു സൈക്കോളജിക്കൽ അടവല്ലേത്. ഇനി അതും അല്ലെങ്കിൽ ഒരു 15% അല്ലെങ്കിൽ ഒരു 20% ഇവർ ചെറിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗന്ദര്യപ്പിണക്കെന്നൊക്കെ പറയില്ലേ, അതുപോലെ രണ്ടുപേരും രണ്ട് വീട്ടിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫാണല്ലോ, കിട്ടുന്ന റവന്യൂ ഈക്വൽ ആയിട്ടേ ഷെയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മനഃപൂർവ്വം ഓൾറെഡി പ്രശ്നമുണ്ട്, അപ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടി അങ്ങോട്ട് ഇട്ടിട്ട് റീച്ച് കൂട്ടാനുള്ള പരിപാടി ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു വിഷയം കേട്ടിട്ട് ഇതിനെപ്പറ്റി തോന്നുന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ദയവായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.